La 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 leta la 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 leta la leta la 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 la. ഞാൻ ജനിച്ചപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു പേര്, ഈടെയായിട്ട് കേൾക്കാനില്ലാത്തൊരു പേര്, ചുമ്മാ റിപ്പോർട്ട് വന്നപ്പം മുങ്ങിയൊരു പേര്, ഇനി ഉടനെങ്ങാനും കാണാൻ കിട്ടുമോന്ന് അറിയത്തില്ലാത്തൊരു പേര്, ലലേട്ട ലലേട്ട. ലാലേട്ടനെ കാണാനില്ല. അമ്മയുടെ മീറ്റിംഗ് മാറ്റിവെച്ചു. കാരണം ലാലേട്ടനെ കാണാനില്ല. ലാലേട്ടൻ അസൗകര്യമാണ്, പനിയാണ്. ലാലേട്ട എവിടെ പോയി ലാലേട്ട ഓടി വായോ വായോ. ലാലേട്ടനില്ല, ബാബുരാജ് ഇല്ല, സിദ്ദിഖില്ല, മണിമ്പിള രാജു ഇല്ല, മുകേഷ് ഇപ്പോൾ ഔട്ടാകുമെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അമ്മയിൽ ആരുമില്ലാത്ത അനാഥപ്രായങ്ങളെ പോലെ ആയിപ്പോയി. ഇപ്പൊ സിനിമാ താരങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ കൊണ്ട് വല്ല വൃദ്ധസാദൃത്തിലാക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്താണെന്ന് അറിയത്തില്ല. കുറെ ആൾക്കാർക്ക് ദേഷ്യമാണ് സിനിമയിലുള്ള ആൾക്കാർക്ക് ഈ കാര്യം ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ, മുകേഷിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ദേഷ്യം. അത് ഞാനെങ്ങനെ അറിയാം? എനിക്കെങ്ങനെ അറിയാം? ഞാനിപ്പോൾ അവിടെ ഇല്ല, ഞാൻ ഷൂട്ടിങ്ങിന് പോവാ, അത് ഞാനാണോ പറയേണ്ടത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കൂടുതൽ. രഞ്ജിത്ത് പണിക്കര്, പിന്നെ കുറെ ആൾക്കാർക്ക് ദേഷ്യം വരുന്നവരുണ്ട്, കുറെ ആൾക്കാർക്ക് അറിയത്തില്ലായ്മ ഉള്ളവരുണ്ട്. പക്ഷെ പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർക്ക് വ്യക്തമായ ധാരണയും വ്യക്തമായ ഉത്തരങ്ങളും വ്യക്തമായ നിലപാടുകളും ഉണ്ട്. എന്നാലും പുള്ളിക്കിടയ്ക്ക് നല്ല ചെറിയ ദേഷ്യമൊക്കെ വന്നു. എന്നിരുന്നാലും വേണ്ടില്ല, ഈ നടിയെ ആക്രമിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അന്നും നട്ടലുള്ള പോലൊരു നിലപാട് നിന്നാൾ പൃഥ്വിരാജാണ് എന്നുള്ള കാര്യം ഒരു വാസ്തവമാണ്. പുള്ളിക്ക് ആ നട്ടൽ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ ആശ്വാസകരമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് പറഞ്ഞപ്പോഴാണ് ഈ സാധനം കണ്ടിട്ടുണ്ടോ? പാഷൻ ഫ്രൂട്ട്. ഇത് മഞ്ഞ കളറുള്ളതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനെ നല്ല മണമാ. ഈ മണം അങ്ങോട്ടുണ്ടല്ലോ വലിച്ചെടുക്കാൻ തോന്നും. എനിക്ക് ആ ഇതിൻ്റെ ഈ മണം ഉണ്ടല്ലോ മൂക്കിലോട്ട് അങ്ങ് വലിച്ചെടുത്തിട്ട് എന്തൊരു മണം അറിയോ, നല്ല ടേസ്റ്റോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത്, വലിയ ഇഷ്ടമാണ് മണവും ഒക്കെ. മണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം ഓർത്തു, മണം വലിച്ചെടുക്കുന്ന കാര്യം ഓർത്തു. സുരേഷ് ഗോപിയോട് ചോദിച്ചു, കൊച്ചിയിലെ അല്ലല്ലോ തൃശ്ശൂരിലെ രാജാവ് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നു, മുകേഷ് രാജിവെക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഞാനിപ്പം എവിടെ നിന്നാണ് വന്നേ? ഞാൻ അമ്മയിൽ നിന്നാണോ വന്നേ? ഞാൻ കേന്ദ്രത്തിൽ നിന്നാണോ വന്നേ? അതോ ഞാൻ വീട്ടിൽ നിന്നാണോ വന്നേ? ഞാൻ വീട്ടിൽ നിന്ന് വന്നെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം. അമ്മയിൽ നിന്ന് വരുമ്പോൾ അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കണം. നിയമസഭയിൽ നിന്ന് വരുമ്പോൾ നിയമസഭയിലെ കാര്യങ്ങൾ ചോദിക്കണം. ഞാൻ കക്കൂസിൽ നിന്ന് വരുമ്പോൾ കക്കൂസിലെ കാര്യങ്ങൾ ചോദിക്കണം. അല്ലാതെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു കേസ് കെട്ടല്ല ഇത്. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ വീണ്ടും ഇതുമായിട്ട് എൻ്റെ അടുത്തോട്ട് വരല്ലേ. എനിക്ക് പറ്റില്ല. എനിക്ക് നിങ്ങൾ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ നിപ്പ്. ആയിരിക്കും, കാരണം പാഷൻ ഫ്രൂട്ടിന് നല്ല മണമാണ്. അതേപോലെ മണം ഒരു വലിയ സംഭവമാണ്. ഇയാൾ കക്കൂസിൽ നിന്ന് വരുമ്പോൾ കക്കൂസിലെ കാര്യങ്ങൾ ചോദിക്കണം. എന്തൊക്കെയാടേ? എന്തായാലും ദേഷ്യം വരുന്ന ഒരു മിണ്ടാതിരിക്കുന്നവരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മുകേഷിന് ആദ്യം ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പോവാന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതേപോലെ ഒന്നും മറ്റുള്ളവർക്ക് ആകരുത് എന്നുള്ളൊരു, അങ്ങനെ കേൾക്കാൻ ഇടവരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഡിങ്കനോട്. അങ്ങനെ അയ്യോ, ഇവന്മാരുടെ ഓരോ നിലപാടും ഇടപാടും പരിപാടി ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ, ഇവർക്ക് പാർട്ടിയൊന്നുമില്ല. കാരണം ഇത് ബലാത്സംഗ കുറ്റവും പെണ്ണ് കേസും ഒക്കെയാണ്. ഇതിനകത്തിപ്പം രാഷ്ട്രീയ ജാതി മതഭേദമെന്നെ അമ്മ ഒരുമിച്ചു. ഇപ്പം മുകേഷ് ഓപ്പോസിറ്റ് പാർട്ടിയിലെ ഒരു MLA ആണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് ഭയങ്കര സ്നേഹമാണ്. എനിക്കറിയില്ല, എന്നോട് ചോദിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ കാര്യത്തിലൊരു ഒത്തൊരുമ ഇവർക്ക് എന്തായാലും ഉണ്ട്. അത് വലിയൊരു സംഭവമാണ് കേട്ടോ. അതിന് ഇവന്മാരെ സമ്മതിക്കണം. ഒന്ന് അടിച്ച് കയറി വാ അല്ലേ? അങ്ങനെ ഇമാര് കൊള്ളാം. ഇമാര് പുലികളാണ്. ഇമാര് വെറും പുലിയല്ല, കഴുതപ്പുലികളാണ്. അതായത് സ്കാവഞ്ചേഴ്സ്, അസ്ഥി വരെ എടുത്ത് കടിച്ചു പൊട്ടിച്ച് തിന്ന സ്കാവഞ്ചേഴ്സ് അവന്മാർ.